ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിസ്ത ഗാലറി. ഞാനിന്ന് വന്നിട്ടുള്ളത് മലബാറുകാരുടെ സ്വന്തം റെസിപ്പിയായ മുട്ടസർക്കയുമായിട്ടാണ്. ഞാനിവിടെ 2 തരത്തിലുള്ള മുട്ടസർക്കയാണ് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി കാണിക്കുന്നത്. ഒന്ന് പ്ലെയിൻ ആയിട്ടുള്ള മുട്ടസർക്കയും മറ്റൊന്ന് മസാല ചേർത്തിട്ടുള്ളതും. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. ഇതിനു വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. 1 കപ്പ് ചോറ്, ഇത് അരക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളം, ഉപ്പ് ആവശ്യത്തിന്, 1 മുട്ട, മുട്ടസർക്കാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞത്, 1 പിടി മല്ലിയില ചെറുതായി അരിഞ്ഞത്, ഇത് അരക്കുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടൊരു പച്ചമുളക്. അപ്പോൾ ഇതിനി എങ്ങനെയാണ് നമുക്ക് മാവ് അരക്കുന്നത് നോക്കാം. എടുത്തു വെച്ച അരി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചോറിട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെക്കാം. അപ്പം നമ്മുടെ മാവ് ഇവിടെ നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ടയും നേരത്തെ എടുത്തു വെച്ച പച്ചമുളകും ചേർത്ത് ഒന്നുകൂടി അരച്ചെടുക്കാം. അരിയുടെ അളവ് കൂടുന്നതിനനുസരിച്ച് മുട്ടയുടെ എണ്ണം നമുക്ക് കൂട്ടാം. നമ്മുടെ മാവ് ഇവിടെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അധികം ലൂസ് ആവാൻ പാടില്ല. അപ്പോൾ ഇതാണ് മുട്ടസർക്കയുടെ കൺസിസ്റ്റൻസി. ഈ ഒരു ഇതിലായിരിക്കണം മാവ് നമുക്ക് അരച്ചെടുക്കേണ്ടത്. ഞാനിവിടെ ഒരു കടായി വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായി തിളച്ച് വരുന്നുണ്ട്. ഞാനിവിടെ പ്ലെയിൻ ആയിട്ടുള്ള മുട്ടസർക്കയാണ് ഉണ്ടാക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നതാണ്. അതിനുശേഷം മസാല ഇട്ടിട്ടുള്ള മുട്ടസർക്കയാണ് കാണിക്കുന്നത്. നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. മുട്ടസർക്ക 2 ഭാഗവുമായിട്ടുണ്ട്. ഇനി ഇതിനെ എണ്ണയിൽ നിന്നും മാറ്റാം. മസാല മുട്ടസർക്കയാണ് ഇവിടെ തയ്യാറാക്കുന്നത്. അടുത്ത് മസാല മുട്ടസർക്ക എന്ന് പറയുമ്പോൾ ഇതിലേക്ക് നേരത്തെ അരിഞ്ഞ മല്ലിയിലയും സവാളയും ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയതാണ്. ഇനി ഇതിനെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നന്നായി ഇതായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ മുട്ടസർക്ക എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായോ ഡിന്നറായോ സെർവ് ചെയ്യാവുന്നതാണ്. ബീഫ് കറിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണിത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.